ഇവിടെ കുത്തുബിയത്ത്, ആ കുത്തുബിയത്ത് ഷിർക്കാണ് എന്ന് അങ്ങാടിയിൽ വഹാബികൾ പ്രസംഗിക്കും. മൗലൂദിലെ ഇർത്തകബതു ചൊല്ലിയാൽ ഷിർക്കാണ് എന്ന് വഹാബികൾ അങ്ങാടിയിൽ പ്രസംഗിക്കും. എന്നാൽ ആ പ്രസംഗിക്കാൻ വേണ്ടി മൗലവി അങ്ങാടിയിൽ വന്ന് മഗ്രിബിന് വണ്ടി ഇറങ്ങിയിട്ട് നേരെ നിസ്കരിക്കാൻ പോകൽ ഈ കുത്തുബിയത്ത് ചെല്ലണ മൂല്യാരെ പിറകിലേക്കാണ്, ഈ കുത്തുബി ഇർത്തകബതു ചൊല്ലണ മൂല്യാരെ പിന്നിലേക്കാണ്. അത് എന്താ അതിന്റെ അർത്ഥം? ഈ ആയത്തോതി പറയുന്ന ഷിർക്ക് വഹാബിയക്ക് വിശ്വാസമല്ല എന്നല്ലേ? അതുകൊണ്ട് വഹാബികൾ നടത്തുന്ന ഒരു മുഖാമുഖത്തിൽ പോയിട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു സംശയം ചോദിക്കാൻ. എന്താ ചോദിക്കണത്? അല്ല, ഈ കുത്തുബിയത്ത് ചെല്ലുന്ന ആൾക്കാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കണത്. പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് പള്ളിയിലെ ഖത്തീബും ഇമാമും എല്ലാം അവരുടെ നേതൃത്വത്തിലായിരിക്കുമല്ലോ. അപ്പൊ അവരെ പിന്തുടരുന്ന പിന്നെ സ്വബയ്ക്ക്. അപ്പോ നിസ്കാരത്തിൽ കുത്തുബിയത്ത് ചെല്ലണ ഇമാമിനെ തുടരാൻ പറ്റുമോ? ഇർത്തകബതു ചെല്ലണ മുസ്ലിയാരെ തുടരാൻ പറ്റുമോ? അതൊക്കെ ഷിർക്കല്ലേ? ഷിർക്ക് ചെയ്യുന്ന ആളുമായി നമുക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. അതിനെന്താണ് വഹാബി പുരോഹിതൻ മറുപടി പറയുന്നത്? യെസ് ഓർ നോ പറയേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിരിച്ചുവിടേണ്ട ചോദ്യമാണത്. പക്ഷെ അത് പറയാൻ മൗലവിക്ക് സാധിക്കണില്ല. മൂപ്പരിങ്ങനെ ഒരു പൊതുവിൽ പറഞ്ഞിട്ട് ഉരുട്ടാണ്. പൊതുവിൽ മുസ്ലിമീങ്ങളെ എല്ലാരെയും തുടരാന്നാണ് ഉള്ളത്. നേരെ വിഷയവുമായി ബന്ധമുള്ളതല്ല, എന്നാൽ അതിൻ്റെ ഒരു അനുബന്ധമായ കാര്യമാണ് ചോദ്യമായി ഇവിടെ ബഹുമാന്യനായ കാരണവർ ചോദിച്ചിരിക്കുന്നത്. അത് അനുബന്ധമല്ല. നിങ്ങൾ ഈ ആരോപിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനം അതാണ്. നിങ്ങൾ ഈ പറയുന്ന ശിർക്കാരോപണം എത്രത്തോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ്. പക്ഷേ ലം യതജാവസ് തറാക്കിയഹും, നിങ്ങൾ ഈ പറയുന്ന ശിർക്കാരോപണം പറയുന്ന നിങ്ങളുടെ പോലും മനസ്സിൽ സ്പർശിക്കുന്നില്ല. പൊതുവായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മുസ്ലിമായ എല്ലാവരുടെയും പിറകിൽ നിസ്കരിക്കാം എന്നതാണ് മൊത്തത്തിലുള്ള നിയമം. ഇതിന് മുസ്ലിമീങ്ങളുടെ പിറകിൽ നിസ്കരിക്കാൻ പറ്റുമോ നല്ലല്ലോ ചോദിച്ചത്. ഷിർക്ക് ചെയ്യണ, കുത്തുബിയത്ത് ചെല്ലണ, ഇർത്തകബത്ത് ചെല്ലണ ആളെ പിറകിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കണേ. അവിടെ മുസ്ലിമീങ്ങളെ പിറകിൽ നിസ്കരിക്കണതിന്റെ മസാലയല്ല പറയണ്ടേ. ഒരാൾ മുസ്ലിമാണ് എങ്കിൽ അവന്റെ പിറകിൽ നമുക്ക് നിസ്കരിക്കാം, അതാണ് പൊതുവായ ധാരണ. ചോദ്യം അതല്ല. ചോദ്യം മുശ്രിക്കിന്റെ പിറകിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. കുത്തുബിയത്ത് ചൊല്ലുന്നവന്റെ പിറകിൽ നിസ്കരിക്കാമോ എന്നാണ്. ഇർത്തകബത്ത് ചൊല്ലുന്നവന്റെ പിറകിൽ നിസ്കരിക്കാമോ എന്നാണ്. മൗലവിന്റെ മറുപടി ഒരു ക്ലിയർ ആയിട്ടില്ല എന്ന് കുറച്ച് സ്ട്രോങ് ഉള്ള ഒരു മുജാഹിദ് ചെറുപ്പക്കാരന് തോന്നി. ഓ നേരെ ചെന്നിട്ട് മൈക്കെടുത്തിട്ടാണ് ചോദിച്ചു, അല്ല മൗലവി, നമ്മളെ ഈ നാട്ടുകൂടി ഒന്നും ഇർത്തകബത്ത് ചെല്ലാത്ത ഒരു മുസ്ലിയാരും ഇല്ല. AP പള്ളിക്കലും ഈക്കപ്പള്ളിക്കലും ഒക്കെ ഉള്ള മൗലവിമാരെ ഇർത്തകബത്ത് ചൊല്ലണോലാണ്. തുടരാൻ പറ്റൂലേ? നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന മുഴുവൻ പള്ളികളിലും റബീഉൽ അവ്വൽ മാസത്തിൽ മങ്കൂസ് മൗലൂദ് ചെല്ലുന്ന പള്ളികളാണ്. അതായത് ഇപ്പോൾ ഉസ്താദ് നേരത്തെ ഫസ്റ്റ് തന്നെ 10 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തേത് മാല മൗലൂദിന്റെ 313 ഏടുകൾ എടുത്തിട്ടാണ് പറഞ്ഞത്. അതിൽ ഇർത്തഖബതു അൽ ഹദാ ഖൈറാസിൻ വാഹദാത്ത് എന്നുള്ള ബൈത്ത് എല്ലാ മുസ്ലിയാക്കന്മാരും, ഞാൻ സാധാരണ കുറിച്ച് ചോദിക്കുന്നില്ല, മുസ്ലിയാക്കന്മാർ മുഴുവൻ ചെല്ലുന്നതാണ്. അത് ഷിർക്കാണ് എന്ന് അന്ന് മുതലേ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെ നമുക്ക് വ്യക്തമായി അറിയുന്ന പള്ളികളാണ് മുഴുവനുള്ളത്. അതാണ് ഞാൻ അവിടെ ഒരു പൊതുവിൽ ഉരുട്ടേണ്ട ആവശ്യമല്ല. ആ പള്ളി പോകാൻ പറ്റൂല എന്നാണ് ക്ലിയർ ആക്കി പറഞ്ഞെന്നാ മതി എന്നാണ് കുട്ടിന്റെ ചോദ്യം. ഈ പള്ളിയിൽ പോയി നമസ്കരിക്കാതെ 2-3 പള്ളിയും കണ്ടാണ് ഈ ഞാനടക്കമുള്ള ആൾക്കാർ സെൽഫി പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നു. അത് ഇയാളെ പോയത്താണ്. മൗലൈമാർ ഇപ്പണിക്കൊന്നും നിൽക്കൂല, വെറുതെ എണ്ണക്കായി ചെലവാക്കാനേ. ഓലെന്ത് ചെയ്യും? നിസ്കരിച്ചോലാണെങ്കിൽ എരുത്തുള്ള സുന്നിപ്പള്ളി കയറി നിസ്കരിക്കും. ഈ പ്രസംഗിക്കുന്ന ഷിർക്കിന്റെ ഉസുറൊന്നും പ്രാവർത്തിക ജീവിതത്തിൽ കാണൂല. ഇനി അതുപോലെയുള്ള ഉസ്താദക്കന്മാർ തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമാണെങ്കിൽ നമുക്ക് ഇത്ര ദൂരെ വന്ന് സലഫി പള്ളിയിലുള്ള അഹ്ലി ഹദീസിന്റെ ഇമാമിനെയോ അല്ലെങ്കിൽ സലഫി ആദർശ ഇമാമിനെയോ തുറന്ന് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്തുള്ള 2-3 പള്ളിയുടെ അവിടെ നിസ്കരിച്ചാൽ മതി. അപ്പൊ അതൊന്നും ഉസ്താദ്, കാരണം ഇർത്തഖബത്ത് പറഞ്ഞല്ലോ, ഷിർക്ക് ചെയ്യുന്ന ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങളെ തുടർന്ന് നിസ്കരിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഷിർക്ക് ചെയ്യണോലെ മസാല പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ ചോദിച്ച പ്രത്യക്ഷമായ ഷിർക്ക് പറഞ്ഞു. അപ്പൊ ഇർത്തഖബത്ത് ചെല്ലാത്ത പള്ളികളില്ല. ഉസ്താദ് മനസ്സിലാക്കണ്ടേ, ഇർത്തഖബത്ത് ചെല്ലാത്ത ഒരു പള്ളികളും നമ്മൾ ഈ ഭാഗത്തില്ല. എല്ലാ AP EK ഏത് പള്ളിയിൽ ചെല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം വ്യക്തമായി മങ്കൂസ് മൗലൂദ് കഴിക്കുന്ന പള്ളികളിൽ ഒരു ഉസ്താദ്മാരെയും തുറന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാ നമ്മുടെ മുഴുവൻ സലഫി ആദർശ ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വരും. ഇല്ല,
കാരണം ഇത് അത്ര എളുപ്പം വേറിടുന്ന സംഗതിയല്ല. കേവലം തൊട്ടടുത്തുള്ള 2 കിലോമീറ്റർ അപ്പുറമുള്ള വഹാബി പള്ളിയിൽ പോയി നിസ്കരിച്ച് മാത്രം ക്ലിയറാക്കേണ്ട തൗഹീദല്ല ഇത്. ഈ മുജാഹിദുകൾ പലരും മുജാഹിദായത് പെണ്ണ് കെട്ടി കുട്ടികൾ 4 അതിന്റെ ശേഷമാണ്. അമ്മോശൻ കാക്ക ഇപ്പോഴും പള്ളിക്കല മൂല്യാരപ്പം ഇർത്തക്കബുത്തു ചൊല്ലണയാളാണ്. ആ അമ്മോശൻ കാക്ക ചെയ്തു കൊടുത്ത നിക്കാഹാണ്. ആ നിക്കാഹിലാണ് ഇപ്പോഴും പൊണ്ടാട്ടിന്റെ കൂടെ അന്തി ഉറങ്ങുന്നത്, കിറപ്പറ പങ്കിടുന്നത്. ആദ്യം എന്ത് ചെയ്യണം? കെട്ടിയോളെ കൊണ്ട് ഈ പെരിയിലാക്കണം, കുട്ടിയാക്ക് ബാപ്പാനെ തെരയണം, സൺ ഓഫ് എഴുതാൻ വഴി തേടണം. ഇതങ്ങനെ പള്ളി പോയി നിക്കരിച്ചാൽ മാത്രം വേറിടുന്ന സംഗതിയല്ല. ഇനിയോ സഹോദരന്മാരെ, 99% മുസ്ലിമീങ്ങളുള്ള സുന്നികളുള്ള മഹല്ലിലെ ഏതെങ്കിലും വഹാബിനെ കൊണ്ട് ആരെങ്കിലും ഇറച്ചി കച്ചവടക്കാർ പോത്തിനർപ്പിക്കോ? അപ്പോ ഈ കുത്തുബിയത്ത് ചെല്ലണ മൊല്ലാക്കയാണ്, ഈ കുത്തുബിയത്ത് ചെല്ലണ മൂല്യരാണ് അവിടെ അങ്ങാടിയിലെ പോത്തിനർക്കണത്. വെള്ളിയാഴ്ച പോത്തിറച്ചിക്ക് വരിക്കുമ്പോ നാട്ടുകാർ മണ്ടമ്മ തോണ്ടും മുജാഹിദേ ഇതും പറഞ്ഞ് നടന്നാലേ തറാക്കിയഹും. അതേ ആയത്തോതി പറയുന്ന ആശയം കൽബിന്റെ ഉള്ളിക്ക് കേറുന്നില്ല. എന്നാൽ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുസ്ലിം സമുദായത്തിൽ വഹാബികൾ എവിടെയെങ്കിലും ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? ഇപ്പൊ പലപ്പോഴും സമുദായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചില ഒച്ചപ്പാടുകളും കലാപരിപാടികളും ഉണ്ട്. അതെന്താണ്? മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ, ശത്രുക്കൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായി വരുമ്പോ ഇവിടെ ചില മുസ്ലിം ഐക്യവേദികൾ ഉണ്ടാവാറുണ്ട്. ആ മുസ്ലിം ഐക്യവേദിയിൽ ആരാ ഉണ്ടാകാറുള്ളത്? ഈ മുശ്രിക്കായ കുത്തുബിയത്ത് ചെല്ലണ മൂല്യാര ടീം. പിന്നെ കുത്തുബിയത്ത് ചെല്ലല് ഷിർക്കാന്ന് പറയുന്ന അപ്പുറത്തെ ആളും. യഥാർത്ഥത്തിൽ ഇത് മുശ്രിക്ക് മുസ്ലിം ഐക്യവേദിയല്ലേ? നിങ്ങളാണെങ്കിലോ ഒരു മൗലവി പറയുന്നത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എണ്ണം കൂടുതൽ ഉണ്ടാകലല്ല വിഷയം, അള്ളാഹുവിന്റെ ആകാശത്തിന്റെ നിയമ നടപടികൾക്കനുസരിച്ച് ആരാണോ നിൽക്കുന്നത് ആ ആൾക്കാർ കുറച്ചായാലും മതി, നൂഹ് നബിന്റെ ഒപ്പം കുറച്ചാളല്ലേ ഉള്ളൂ എന്നാണ്. ഇതാണ് വഹാബികളുടെ ആശയം എന്നൊരു വഹാബി പുരോഹിതൻ പ്രസംഗിക്കുകയാണ്. ആകെ 5 ആളല്ലേ ഇബ്രാഹിം നബിക്ക് അനുയായികളായിട്ടുള്ളത്? അതാണ്. അപ്പൊ 5 ആണെങ്കിൽ 5 മതി. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 5ലേക്ക് 50,000 വരുന്ന സുന്നികളെ കൂട്ടിയിട്ട് ഒരു മുസ്ലിം മുശ്രിക്ക് ഐക്യവേദി ഉണ്ടാക്കുന്നത്? ആളെ കൂട്ടലാണ് ഇസ്ലാമിന്റെ തത്വം എന്ന് പഠിച്ചു വെച്ചതല്ലേ കുഴപ്പം? അംഗസംഖ്യ കാണിക്കൽ ഇസ്ലാമിന്റെ തത്വത്തിൽപ്പെട്ടതാണോ? അത് മതക്കാരുടെയും ഷിയാക്കളുടെയും താല്പര്യത്തിൽപ്പെട്ടതല്ലേ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ലക്ഷ്യം എന്താണ്? ആൾക്കാരുടെ എണ്ണം കാണിക്കലല്ല, ഉള്ള എണ്ണത്തിന് ആകാശവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യലാണ്. പറഞ്ഞു തരൂ, എവിടെയാണ് ഇത്? അപ്പുറത്തുള്ള വഹാബി പള്ളിയിൽ പോയിട്ട് ലൊഹുറിക്കരിച്ച് പോന്നാൽ മാത്രം പ്രാവർത്തികമാകണ തൗഹീദ് അല്ല മൗലവിമാര് ഇങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങാടിയിൽ വന്ന് ഈ നാട്ടിലെ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാന്ന് പറയുകയും എന്നിട്ട് മുസ്ലിം പ്രശ്നങ്ങളെ പേരും പറഞ്ഞ് നിങ്ങൾ മുസ്ലിം ഐക്യവേദി കൂടുകയും ചെയ്യുന്നത് ഒന്നാം തരം കുത്തുബിയത്തിലുള്ള മുസ്ലിങ്ങളുമായിട്ടാണ്. നിങ്ങളുടെ ഭാഷയിൽ അത് മുസ്ലിം മുശ്രിക്ക് ഐക്യവേദിയല്ലേ? എവിടെയാണ് നിങ്ങൾ ഈ തൗഹീദ് നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്? ഇനിയും ചോദിക്കട്ടെ വഹാബികളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പാണക്കാട് തങ്ങന്മാരാരാണ്? കാഫിറല്ലേ? ഈ നാട്ടിലെ അഹ്ലുബൈത്ത് മുഴുവനും മുശ്രിക്കുകളല്ലേ? ഈ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഷിർക്കിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷിർക്കിന്റെ നൂല് വിചരിക്കപ്പെടുന്ന കേന്ദ്രമല്ലേ പാണക്കാട് കൊടപ്പനക്കൽ വീട്? എത്രത്തോളം വഹാബികൾ ഇറക്കിയ ഒരു ഡോക്യുമെന്ററിയുടെ കഷ്ണം നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു പാരത്രിക ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ, ആ തങ്ങൾ പാപ്പ പാണക്കാട് കൊടപ്പനക്കൽ വീട്ടിൽ പാരമ്പര്യമായി വരുന്ന ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാത്ത ആബാലവൃതം ജനങ്ങൾക്ക് മന്ത്രി ചൂതി കൊടുക്കുന്നത്, ഏലസ് കൊടുക്കുന്നത്, നൂലൂതി കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ പകർത്തിയിട്ട് ഗൾഫ് രാജ്യത്ത് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് പാണക്കാട്ടെ തങ്ങൾ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവുമാണ്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വലിയ ഖുറാഫാത്തിന്റെയും അത് എന്ന് പറഞ്ഞാൽ വഹാബികളുടെ ഭാഷയിലെ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഏലസിനും മന്ത്രത്തിനൊക്കെ വേണ്ടി തകിടിനൊക്കെ വേണ്ടി പാണക്കാട്ടേക്ക് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും മരിച്ചുപോയ മഹാന്മാരൊക്കെയും ജീവിച്ചിരിക്കണ മുനവറലി തങ്ങളും അതുപോലെ സാദിഖലി തങ്ങളും റഷീദ് അലി തങ്ങളും എല്ലാ തങ്ങന്മാരും കേരളത്തിലെ ഖുറാഫികളും കുബൂരികളൊക്കെയാണ്. അതായത് കളത്തിന്റെ പുറത്താണ്, ഇസ്ലാമിന്റെ പുറത്താണ്. അതോടൊപ്പം അദ്ദേഹം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവുമാണ്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇസ്ലാമിക പ്രശ്നങ്ങളിൽ ഒരിക്കലും എണ്ണമല്ലല്ലോ പ്രശ്നം. നിങ്ങൾക്ക് അള്ളാഹുവിനനുസരിച്ച് നിങ്ങൾ പറയുന്ന തൗഹീദിന്റെ വിശ്വാസം ഉണ്ടാകലല്ലേ? എങ്കിൽ ഇവിടെയുള്ള സുന്നികളുമായി നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കുക? അത് മുസ്ലിം മുശ്രിക്ക് ഐക്യവേദിയല്ലേ? ഇനിയും ചോദിക്കട്ടെ, ആ മുസ്ലിം മുശ്രിക്ക് ഐക്യവേദിയില് നിങ്ങളൊക്കെ ഐക്യവേദിയുടെ പേരും പറഞ്ഞ് കട്ടൻ ചായ കുടിക്കാൻ വരുമ്പോ ആ ഐക്യവേദിയിൽ നിങ്ങൾ അധ്യക്ഷനാക്കുന്നത് ഈ പാണക്കാട്ടെ തങ്ങന്മാരെയല്ലേ? ബഹുമാന്യരായ പാണക്കാട് തങ്ങന്മാരാകുന്ന മുശ്രിക്കുകൾ, നിങ്ങളുടെ ഭാഷയിൽ കാഫിറുകൾ, ആ കാഫിറുകളെ അധ്യക്ഷരാക്കിയിട്ടാണോ നിങ്ങൾ മുസ്ലിം ഐക്യവേദി കൂടേണ്ടത്? ഇത് തൊട്ടടുത്തുള്ള വഹാബി പള്ളിയിൽ പോയി നിക്കരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനിയോ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സംഘടനകളും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക. എന്നാൽ നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെ സംഘടനകളിലൊക്കെ നമ്മൾ ആദരിക്കുന്ന ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ, ഒരു തങ്ങളുണ്ടെങ്കിൽ, ആ തങ്ങൾക്ക് ചിലപ്പോൾ നമ്മളൊപ്പം നോട്ടീസ് ഒട്ടിക്കാൻ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ പള്ളിയുടെ ദൈനംദിന വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ മഹലിന്റെ പ്രസിഡന്റായി അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഒരദബിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമായി നമ്മൾ തങ്ങന്മാരെ നേതൃസ്ഥാനം ഏൽപ്പിക്കരുണ്ട്. അത് അഹ്ലുബൈത്തിനോടുള്ള മഹബത്താണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മലബാറിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവിടെ KM മൗലവിയും അതുപോലെ CD സാഹിബൊക്കെ അതേറ്റ് വന്നിട്ട് മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മലബാറിൽ ആ പതാക പാറിക്കളിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആ കൊടി പിടിച്ചപ്പോഴാണ്. അന്ന് മുതൽ പിന്നീട് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് ഈ സമുദായം ആരെയാണ് നേതൃത്വം ഏൽപ്പിച്ചത്? സെക്രട്ടറിമാരും ജോയിന്റ് സെക്രട്ടറിമാരൊക്കെ പ്രവർത്തന പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ നോക്കിയിട്ടും കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പും വോട്ടൊക്കെ നോക്കിയിട്ടുമാണ് ആകുക. എന്നാൽ മുസ്ലിം ലീഗിന്റെ നാളിതുവരെയുള്ള അധ്യക്ഷ സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം, അത് പാണക്കാട്ടുക്ക് മാത്രമാണ് കൊടുക്കുക, ബാഫഖി തങ്ങളെ ശേഷം. എന്തുകൊണ്ട്? അത് തങ്ങന്മാരോടുള്ള ബഹുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുനവ്വറിൽ തങ്ങൾ പാപ്പ മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോ ഒരുപാട് കാലം അങ്ങാടി കൂടെ അറിഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചിട്ടൊന്നല്ലത്. ആ പാരമ്പര്യമല്ല നോക്കുക, അഹ്ലുബൈത്തിന്റെ പാരമ്പര്യമാണ്, അഹ്ലുബൈത്തിനോടുള്ള സ്നേഹമാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു വഹാബി പുരോഹിതൻ പറയുന്നത് ഈ തങ്ങന്മാരെ പിടിച്ചുകാണ്ട് നേതാവാക്കല്, ഈ തങ്ങന്മാരെ കൊണ്ടുപോയിട്ട് എല്ലായിടത്തും പ്രസിഡന്റ് ആക്കല്, അത് ഷിയാക്കൾ മുസ്ലിം സമുദായത്തിൽ ചെയ്ത ചതിയാണ് എന്നാണ്. വഹാബികളെ, നിങ്ങൾ പലപ്പോഴും അത്തരം ചില രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിറകിൽ നിൽക്കാറില്ലേ? എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ പിറകിൽ നിൽക്കുന്നത്? ഈ ഷിയാക്കളുടെ ചതിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുന്നില്ലേ? നിങ്ങളുടെ പുരോഹിതന്മാർ ഇവിടെ നിന്ന് തുറന്നു പറയോ, പാണക്കാട് സയ്യിദുമാരെ ഞങ്ങൾക്ക് നേതൃസ്ഥാനത്ത് സ്വീകരിക്കാൻ പറ്റൂല, അത് ഷിയാക്കളെ ചതിയാണ് എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഇല്ല. നിങ്ങൾ പറയുന്ന തൗഹീദും ശിർക്കും നിങ്ങളുടെ മനസ്സ് തൊട്ടിട്ടില്ല. വഹാബി പുരോഹിതൻ പറയാണ്, പഴയകാല ഭരണാധികാരികള് കൗമിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടെന്ന ഒരു സംഗതിയാണ് ഈ തങ്ങന്മാരെ നേതാക്കളാക്കുക എന്നുള്ളത്. അത് ഷിയാക്കളുടെ ചതിയാണ് എന്നാണ് ഒരു വഹാബി പുരോഹിതൻ പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭരണത്തിന് വന്ന് ഫാത്തിമിയാക്കൾ എന്ന പേരിൽ വന്നിട്ട് അബൂബൈദികളല്ലേ? ഫാത്തിമിയാക്കൾ എന്ന് പേരിട്ടത് ആളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അബ്ബാസികൾ എന്ന് പേരിട്ടത് ആളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അഹ്ലുബൈത്തിന്റെ ആൾക്കാരെ തലപ്പത്തിട്ട് പ്രസിഡന്റ് ആക്കി ആളെ കൂട്ടുന്ന ചതി അതാണ്. അപ്പൊ അഹ്ലുബൈത്തിന്റെ ആളുകളെ തങ്ങന്മാരെ തലപ്പത്തിരുത്തി പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് ഷിയാക്കളെ ചതിയാണ് എന്ന് അങ്ങാടിയിൽ പ്രസംഗിക്കുന്ന വഹാബികളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തൊള്ള തുറന്ന് അങ്ങനെ ചില പ്രസിഡന്റുമാരാക്കി തങ്ങന്മാര് നേതാക്കളാക്കിയ പാർട്ടിയിൽ നിങ്ങൾ പോകരുത്? അത് ഷിയായിസാമെന്ന് നിങ്ങൾ പറയോ? നിങ്ങളെ ഷിർക്ക് ഞങ്ങളൊന്ന് കാണട്ടെ, നിങ്ങളെ ഷിയായിസം ഞങ്ങളൊന്ന് കാണട്ടെ. എന്റെ മുജാഹിദ് കുട്ടികളെ, നിങ്ങളെ വണ്ടിയിൽ എണ്ണ ഉണ്ട് വിചാരിച്ചിട്ട് 3 കിലോമീറ്റർ അപ്പുറത്ത് മുജാഹിദ് പള്ളി ഉണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ ഒരു ലോഹിറിന് ജമാഅത്തിന് പോയി സുന്നിപ്പള്ളിയിൽ കയറാതെ നിന്നതുകൊണ്ട് മാത്രം ഈ തൗഹീദ് നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങളുടെ സകല അഡ്രസ്സും മാറ്റി എഴുതാതെ നിങ്ങൾക്ക് വഹാബി തൗഹീദിനോട് മനസ്സുകൊണ്ട് ഇണങ്ങിച്ചേരാൻ കഴിയില്ല. ജൂതന്മാര് അന്നത്തെ സമൂഹത്തെ കൊണ്ട് ജയിപ്പിച്ചതല്ലേ? അങ്ങനെയല്ലേ അവര് തനി ജൂതന്റെ സപ്പോർട്ടോടുകൂടി രാജ്യം ഭരിക്കുന്ന ഷിയാക്കള് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആ ഭരണകൂടത്തിന്റെ അബ്ബാസികൾ എന്ന് പേരിട്ടത്? ആ അബ്ബാസികളോട് യുദ്ധം ചെയ്തിട്ടല്ലേ ഫാത്തിമിയാക്കൾ അധികാരത്തിലേക്ക് വന്നത്? അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോളെ പേര് പറഞ്ഞാൽ ഈ ഭക്തജനങ്ങൾ അത് അംഗീകരിച്ചോളും എന്ന് പറഞ്ഞ് വിവരം കെട്ട സാധാരണക്കാരനെ പറ്റിക്കുകയല്ലേ അഹ്ലുബൈത്തിന്റെ പേരും പറഞ്ഞിട്ട്? അതാണ്. അപ്പൊ
തങ്ങന്മാരെ പേരും പറഞ്ഞ് ഓലെ എല്ലായിടത്തും പ്രസിഡന്റാക്കി മുസ്ലിം സമുദായത്തെ ചതിക്കുന്ന ഷിയാക്കളുടെ പരിപാടിയാണ്. ആദരണീയരായ പാണക്കാട് കുടുംബത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്താക്കൽ എന്ന് പറയാൻ നിങ്ങൾക്ക് തന്റെ ഇടണ്ടോ? ശിർക്കുകൾ അപ്പുറത്തെ പള്ളിയിൽ നിക്കരിച്ചതുകൊണ്ട് മാത്രം ക്ലിയർ ആവൂല. ജീവിതത്തിലുടനീളം ആ തൗഹീദ് നിങ്ങൾ പ്രാവർത്തികമാക്കണം. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മളൊരു പള്ളി ഉദ്ഘാടനം ഉണ്ടാകുമ്പോ, നമ്മളൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഉണ്ടാകുമ്പോ, അതുപോലെ നമ്മുടെ പല സംഗതികളും ഉണ്ടാകുമ്പോ നമ്മൾ നാട്ടിലെ തങ്ങന്മാരെ നോക്കും, അല്ലെങ്കിൽ ഒരു ആലിമിനെ നോക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത്തരം പരിപാടികളിലൊക്കെ ക്ഷണിക്കപ്പെടുന്ന ഒരു പാരമ്പര്യ അഹ്ലുബൈത്താണ് ആദരണീയരായ പാണക്കാട് കുടുംബം. പക്ഷെ വഹാബി പുരോഹിതം പറയാണ്, നിങ്ങൾ എന്തിനാ ഈ തങ്ങന്മാരെയും മൂല്യന്മാരെയൊക്കെ ഉദ്ഘാടനത്തിന് കൊണ്ടെടുക്കണേ, വല്ല ഓട്ടോ ഡ്രൈവർമാരെയും വിളിച്ചാ പോരെ എന്നാണ്. അവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യാനും പീഡിയ ഉദ്ഘാടനം ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ മതി. ഈ തങ്ങന്മാരെയും മൊയ്യന്മാരെയും കത്തിവിരി നോക്കി നടക്കുന്നെന്തിനാ? അതാണ് എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ. കോഴിക്കോട് വഹാബികൾ ഒരു സമ്മേളനം നടത്തിയില്ലേ? ആ സമ്മേളനത്തിൽ പാണക്കാട്ടെ തങ്ങന്മാരെ വിളിക്കാൻ നിങ്ങൾ എന്തിന് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി? നിങ്ങൾ എന്തിന് എന്റെ കോഴിക്കോട്ടങ്ങാടിയിൽ ഓട്ടോ ഡ്രൈവർമാരില്ലേ? എന്തിനാണ് നിങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ക്ഷണിക്കാൻ പോയത്? ആ പാണക്കാട് സാദാത്തുക്കളെ വഹാബികൾ ക്ഷണിച്ചപ്പോൾ അതിലെ ചതി അവരുടെ തന്നെ പണ്ഡിത നേതൃത്വം ഓർമ്മപ്പെടുത്തിയപ്പോ ആ തങ്ങന്മാർ അതിന് പോയില്ല. പോകാത്തതിന്റെ പേരിൽ നിങ്ങൾ ആ തങ്ങന്മാരെ ആക്ഷേപിച്ചില്ലേ? നിങ്ങൾ പിന്നീട് സ്വാദിക്കലി തങ്ങൾ പാപ്പ വിളിച്ച മുസ്ലിം ഐക്യവേദി ബഹിഷ്കരിച്ചില്ലേ? എന്തായിരുന്നു അതിന്റെ ന്യായം? ഈ ശിർക്കിന്റെ പ്രചാരകരെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സമ്മേളനത്തിൽ തൗഹീദ് കേൾക്കാൻ വിളിച്ചല്ലോ, അവിടെ പ്രസംഗിക്കാൻ വിളിച്ചതല്ലേ? എത്ര നിങ്ങളുടെ പരിപാടികൾ ഈ തങ്ങന്മാരെ കൊണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു? ഓട്ടോ ഡ്രൈവർമാരില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു? നിങ്ങൾ പറയുന്ന ശിർക്ക് യഖ്റഊനൽ ഖുർആന ലം യതജാവദ് തറാഖിയഹും, തൊണ്ടക്കുഴിയുടെ താഴേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ തങ്ങന്മാരോട് സ്നേഹം പറയുന്നത് ചില രാഷ്ട്രീയക്കാർ പറയുന്ന സ്നേഹം പോലെയല്ല. ചില രാഷ്ട്രീയക്കാർക്ക് അഹ്ലുബൈത്തിനോട് എപ്പോഴാ ബഹുമാനം ഉണ്ടാകുക? അവരുടെ വോട്ട് കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും ഇങ്ങനെ രംഗപ്രവേശനം ചെയ്തിട്ട് പറയും, ആരാ അവിടെ മതവേദിയിൽ ആരാ തങ്ങന്മാരെ ചീത്ത പറയുന്നത്, ആരാ തങ്ങന്മാരെ നിന്ദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോല് വരും. മന്ദിരായ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര അന്തസ്സായ ലീഡർഷിപ്പ് നൽകിയത് പാണക്കാട് കുടുംബ. ആ പാണക്കാട് കുടുംബത്തിനെ പരോക്ഷമായി ഫ്രെയിം ചെയ്തുകൊണ്ട് വർത്തമാനം പറയാൻ തുടങ്ങി. ഇവര് പറഞ്ഞു പാണക്കാട് തങ്ങളെ വിമർശനത്തിന് അതീതനല്ല. നിങ്ങൾക്ക് പാണക്കാട് തങ്ങളെ വിമർശിക്കാം, മുസ്ലിം ലീഗിനെ വിമർശിക്കാം, അതിന് CPM-ന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ BJP-ന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ INL-ന്റെ വേദിക്ക് പോകണം, അല്ലെ PDP-ന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ SDP-ന്റെ വേദിക്ക് പോകണം. അത്തരം വേദി പോയിട്ട് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. അല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ധ്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. ഞാനിതൊന്നും വല്ലാതെ നോക്കിക്കാൻ കഴിയില്ല. പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇത് ഓരോ ദിവസം കൂടുന്തോറും കളിച്ച് വാപ്പയും കഴിഞ്ഞ് മൂത്താപ്പയിലേക്ക് എത്തുന്ന കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്കും പോയി കൊട്ടിപ്പോകാവുന്ന ഒരു വീടല്ല കൊടപ്പനക്കൽ. മറ്റു ഇതര സമുദായങ്ങൾ പോലും വളരെ ആദരവിൽ കാണുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ സ്വന്തമായി ഇതാ ഫേസ്ബുക്കിൽ എഴുതി വിട്ടോ, അത് നിങ്ങളെ അക്കൗണ്ടിലാവും. അല്ലെങ്കിൽ CPM-ന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞോ. ആ സ്റ്റേജിൽ പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ കൂടുതൽ, അവിടെ പോയി പറഞ്ഞോ. അല്ലെ BJP-ന്റെ സ്റ്റേജിൽ പോയി പറയും. പരിശുദ്ധ ഇസ്ലാമിന്റെ വേദികൾ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനെ വന്ധ്യരായ പാണക്കാട് കുടുംബത്തിനെയും ഒക്കെ കോർണർ ചെയ്യാൻ ആരെങ്കിലും ഉപയോഗിച്ചാൽ അത്തരക്കാരോട് കോംപ്രമൈസ് ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മൾ പറയും. നോക്ക്, ഇങ്ങനെ ചോദ്യം ചെയ്തു വരുന്ന ആളുകൾക്ക് വഹാബികൾ ഇക്കോലത്തിൽ അഹ്ലുബൈത്തിനെ താറടിക്കുന്നത് കേൾക്കാനുള്ള കാതുണ്ടാകാറില്ല, കാണാനുള്ള കണ്ണുണ്ടാകാറില്ല. മതവേദികളിൽ അഹ്ലുബൈത്തിനെ ആരാ തെറി പറയുന്നത് എന്ന് ചോദിച്ച് അങ്ങാടികളിൽ രാഷ്ട്രീയ വേദിയിൽ ആക്രോശിക്കുന്ന ആളുകൾക്ക് അഹ്ലുബൈത്തിനെതിരെ തൗഹീദിന്റെ എതിരായ ശിർക്കുന്നയിച്ച് തങ്ങന്മാര് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങാടികളിൽ അഹ്ലുബൈത്തിനെതിരെ ആദരണീയരായ പാണക്കാട് കുടുംബത്തിനെതിരെ പോലും തെറി പറയുന്ന, തോന്നിവാസം പറയുന്ന വഹാബി പുരോഹിതന്മാരെ അകറ്റി നിർത്താനോ അവരോട് ഒരു ദിവസമെങ്കിലും പിണങ്ങി നിൽക്കാനോ അവരോട് അതിന്റെ പേരിൽ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പോലുമോ കഴിയാറില്ല. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ അവരെല്ലാം മനസ്സ് തൊട്ടതേ മതമായി പറയാറുള്ളൂ, അവർ മനസ്സിലുള്ളതേ ഇസ്ലാമായി പറയാറുള്ളൂ. എന്നാൽ കപട വിശ്വാസികൾ അങ്ങനെയല്ല, മനസ്സിൽ തട്ടാത്ത ആയത്തോത്തുകാരാണ്. അത് ഖവാരിജുകളുടെ പിന്തുടർച്ചക്കാരാണ്, അത് ദുൽ ഖുവൈസ്റിന്റെ പിൻഗാമികളാണ്.